ഹായ് ഹലോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആൻഡ് പാരന്റ്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൾഗേറിയ MBBS സ്റ്റുഡൻസിന് ഇപ്പോൾ ഒരു ഹോട്ടസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. കാരണം ബൾഗേറിയ ഇപ്പോൾ ഒരു ഷെങ്കൻ രാജ്യമായി മാറിയിട്ടുണ്ട്. അഫോർഡബിൾ ഫീസ്, യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ്, ECTS എഡ്യൂക്കേഷൻ സിസ്റ്റം, കൂടാതെ ECFMG, WDOMS, FEMAR, UKGMC എന്നിങ്ങനെ എല്ലാ ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻസും ഉള്ള യൂണിവേഴ്സിറ്റികളാണ് ബൾഗേറിയയിലുള്ളത്. ബൾഗേറിയയിലെ തന്നെ പ്രധാനപ്പെട്ട മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് പ്ലോഡിവിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വൈ ബൾഗേറിയ, MBBS ഡ്യൂറേഷൻ, പ്രോഗ്രാം കരിക്കുലം, ക്ലിനിക്കൽ ട്രെയിനിങ്സ്, ട്യൂഷൻ ഫീസ്, ഹോസ്പിറ്റൽസ്, അക്കോമഡേഷൻസ്, ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസ്, കൂടാതെ പ്ലോഡിവ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന എൻട്രൻസ് എക്സാം എന്നിങ്ങനെ ബൾഗേറിയയിൽ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. സോ എന്തുകൊണ്ട് ബൾഗേറിയ യൂറോപ്പിന്റെ തന്നെ ഷെങ്കൻ രാജ്യമായതിനാൽ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് കോഴ്സിന് ശേഷം യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിൽ പോകാനും 3-4 ലക്ഷം രൂപ സ്റ്റൈപ്പൻഡോട് കൂടി PG പഠിക്കാനുമുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹൈ പേയിങ് സാലറി കിട്ടുന്ന ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. കൂടാതെ ബൾഗേറിയയിലെ ലിവിംഗ് എക്സ്പെൻസ് മറ്റൊരു യൂറോപ്യൻ രാജ്യവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന കുറവാണ്. യൂണിവേഴ്സിറ്റി ഓഫ് പ്ലോഡിവ് ബൾഗേറിയയിലെ ഏറ്റവും പഴക്കമുള്ള റെപ്യൂട്ടഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. 1945 സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിരവധി ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. പൂർണ്ണമായും ഇംഗ്ലീഷ് ലാംഗ്വേജ് ടോട്ട് MBBS പ്രോഗ്രാംസ് ആണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഫീസ് വളരെ കുറവാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് MBBS പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് നിർബന്ധമായും NMC ഗൈഡ്ലൈൻസ് പാലിക്കുന്ന രാജ്യമാണോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാറുണ്ട്. ഇവിടെ നിന്ന് MBBS പഠിച്ചതിന് ശേഷം ഇന്ത്യയിലെ NMC നെക്സ്റ്റ് അല്ലെങ്കിൽ FMG എക്സാം എഴുതി ഇന്ത്യയിൽ ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ PG പഠിക്കാനോ സാധിക്കുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി NMC ഗൈഡ്ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ബൾഗേറിയ ഒരു ഷെങ്കൻ രാജ്യമായതുകൊണ്ട് തന്നെ ഉയർന്ന യോഗ്യതയുള്ള പ്രൊഫസേഴ്സും ഫാക്കൽറ്റീസും ഏറ്റവും മികച്ച പഠനമാണ് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്ലോഡിവ് സിറ്റിയെ കുറിച്ചും യൂണിവേഴ്സിറ്റിയെ കുറിച്ചും മനസ്സിലാക്കാം. ബൾഗേറിയയുടെ സാംസ്കാരിക നഗരം അഥവാ കൾച്ചറൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലോഡിവ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന 5 നഗരങ്ങളിൽ ഒന്നാണ്. ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള സോഫിയ റീജിയനോട് വളരെ അടുത്ത് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പ്ലോഡിവ് സിറ്റിയുടെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് ഓൾഡ് ടൗൺ. 2000 വർഷം പഴക്കമുള്ള റോമൻ ഫോറം, ആംഫി തിയേറ്റർ എന്നിവയും പ്ലോഡിവ് സിറ്റിയിലുള്ളതാണ്. പ്രശസ്തമായ ദി റോമൻ തിയേറ്റർ ഓഫ് ഫിലിപ്പോപോലിസ് ആംഫി തിയേറ്ററിൽ 30,000 പേർക്ക് വരെ ഇരിക്കാൻ കഴിയും. അതുപോലെ ഇന്നും ഇവിടെ ഒരുപാട് ലോകപ്രശസ്തമായിട്ടുള്ള സംഗീത പരിപാടികൾ ഈ തിയേറ്ററിൽ നടത്താറുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് പ്ലോഡിവിൽ വർഷം തോറും ഏതാണ്ട് 3800 സ്റ്റുഡൻസ് ആണ് പഠിച്ചിറങ്ങുന്നത്. 1,70,000-ൽ പരം റിസർച്ച് ബുക്സ് ഉള്ള മികച്ച ലൈബ്രറിയും യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. ക്ലിനിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 2000 ബെഡ് കപ്പാസിറ്റിയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഹോസ്പിറ്റൽസിൽ വരുന്നത്. കൂടാതെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് പ്ലോഡിവ് ഈ സിറ്റിയുടെ ലൊക്കാലിറ്റിയിലുള്ള ഹോസ്പിറ്റൽസുമായും മറ്റ് ക്ലിനിക്സുമായും ഹെൽത്ത് കെയർ സൊസൈറ്റിയുമായിട്ടും അഫിലിയേറ്റഡ് ആണ്. ക്ലാസ് ലെക്ചേഴ്സ്, ലബോറട്ടറീസ്, ക്ലിനിക്കൽ ഫെസിലിറ്റീസ് എന്നിവയുടെ കാര്യത്തിലും ഏറെ മുന്നിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി. നമുക്കിനി ഇവിടുത്തെ പ്രോഗ്രാം ഡ്യൂറേഷനെ കുറിച്ചിട്ടും ഫീസിനെ കുറിച്ചും മനസ്സിലാക്കാം. മറ്റ് ഷെങ്കൻ രാജ്യങ്ങളെ പോലെ തന്നെ 6 വർഷത്തെ ഡ്യൂറേഷനാണ് ടോട്ടൽ കോഴ്സ് വരുന്നത്. പ്ലോഡിവിലെ ഇയർലി ഫീസ് വരുന്നത് 8,000 യൂറോയാണ്. ഏതാണ്ട് 7,20,000 ഇന്ത്യൻ രൂപയാണ് വരുന്നത്. 5 വർഷത്തെ ക്ലിനിക്കൽ സ്റ്റഡീസും 1 വർഷത്തെ ഇന്റേൺഷിപ്പും ഉൾപ്പെടുന്ന 6 വർഷത്തെ MBBS പ്രോഗ്രാമാണ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് പ്ലോഡിവ് തരുന്നത്. പൂർണ്ണമായും ഇംഗ്ലീഷ് പ്രോഗ്രാംസിലാണ് നിങ്ങളുടെ ക്ലാസ് വരുന്നത്. ഇതിൽ തന്നെ ആദ്യത്തെ 2 വർഷം വരുന്നത് പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് ആണ്. പുറമെ 3 വർഷത്തെ ക്ലിനിക്കൽ സ്റ്റഡീസും ഇന്റേണൽ മെഡിസിൻസ്, അനസ്തേഷ്യ, സർജറി, ഓർത്തോ, പീഡിയാട്രിക്, ഗൈനക് പോലെയുള്ള സ്പെഷ്യലൈസേഷൻസുമാണ് നിങ്ങളുടെ അവസാനത്തെ വർഷങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതിനോട് കൂടെ തന്നെ പേഷ്യൻസും ഒപ്പം ഹോസ്പിറ്റൽ ഇന്ററാക്ഷൻസും ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ അക്കാഡമിക്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ എക്സാമിനെ കുറിച്ച് നോക്കാം. പ്രീ ക്ലിനിക്കൽ ഫേസിലും ക്ലിനിക്കൽ ഫേസിലും റിട്ടേണും ഓറലും പ്രാക്ടിക്കൽ എക്സാമുകളും റിട്ടേൺ എക്സാമുകളുമായിട്ടാണ് നിങ്ങളുടെ എക്സാംസുകളൊക്കെ വരുന്നത്. റിട്ടേൺ എക്സാംസിൽ MCQ, ഷോർട്ട് ആൻഡ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് എന്നിങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതുപോലെ തന്നെ വൈവ എക്സാംസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇതുകൂടാതെ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ എക്സാംസിലും നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. കൂടാതെ ഇന്റേൺഷിപ്പ് സമയത്ത് ഫൈനൽ ഇവാലുവേഷൻ സെഷൻസ് എക്സാമും നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ടതുണ്ട്. യൂറോപ്പിലെ ഒട്ടുമിക്ക മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലും ഈ ഒരു എക്സാം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിട്ട് വരുന്നത്. ഈ പ്ലോഡിവ് യൂണിവേഴ്സിറ്റിയിലെ ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നത് ECTS അഥവാ യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ആണ്. ECTSനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ 6 വർഷത്തെ MBBS പ്രോഗ്രാം പ്ലോഡിവിൽ നിങ്ങൾ പഠിക്കുമ്പോൾ
ടോട്ടലായിട്ട് നിങ്ങൾക്ക് വരുന്നത് 360 ക്രെഡിറ്റ് പോയിന്റ്സ് ആണ്. ഓരോ വർഷത്തിലും 60 ക്രെഡിറ്റ് പോയിന്റ്സ് വീതമാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് പ്ലോഡിവ് യൂണിവേഴ്സിറ്റിയിലെ ഹോസ്പിറ്റൽസിനും അതുപോലെ തന്നെ ക്ലിനിക്കൽസിനും കുറിച്ചിട്ട് നോക്കാം. മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് പ്ലോഡിവിന് 4ഓളം അഫിലിയേറ്റഡ് ഹോസ്പിറ്റൽസ് ആണ് ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ ക്ലിനിക്സ് ചെയ്യാൻ സാധിക്കും. സർജറി, ഇന്റേണൽ മെഡിസിൻസ്, കാർഡിയോളജി, ഓങ്കോളജി ഉൾപ്പെടുന്ന എല്ലാ സ്പെഷ്യാലിറ്റീസും ഈ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് മികച്ച എക്സ്പോഷേഴ്സ് ലഭിക്കും. കൂടാതെ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിൽ സെറ്റ് ചെയ്തിട്ടുള്ള അനാട്ടമി ലാബ്സും ഡൈസെക്ഷൻ ലാബ്സും നിങ്ങൾ അക്കാഡമിക്സിന് ഉപയോഗിക്കും. ക്ലിനിക്കൽസിന് നിങ്ങൾക്ക് ഇവിടെ ഡൈസെക്റ്റഡ് കഡാവേഴ്സും അവൈലബിൾ ആണ്. വർഷങ്ങളായിട്ട് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന രീതിയിലാണ് പ്ലോഡിവിലെ ക്ലിനിക്കൽ റൊട്ടേഷൻസ് വരുന്നത്. 601 ഫാക്കൽറ്റി മെമ്പേഴ്സ് അടങ്ങുന്ന വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സും ഡോക്ടേഴ്സും റിസർച്ച് സ്കോളേഴ്സും ഉൾപ്പെടുന്ന ഒരു ടീമാണ് നിങ്ങളുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ്. ഇംഗ്ലീഷ് തൊട്ട് MBBS പ്രോഗ്രാംസിന്റെ ഫസ്റ്റ് ഇയറിൽ തന്നെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് ബൾഗേറിയൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്. ഇത് ബൾഗേറിയയിലെ നിങ്ങളുടെ ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷനും പേഷ്യൻസ് ഇന്ററാക്ഷൻസിനും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ബൾഗേറിയയിൽ ഒരു MBBS സീറ്റ് ലഭിക്കാനുള്ള എൻട്രൻസ് എക്സാമിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന രീതിയിലാണ് ഇവിടുത്തെ MBBS സീറ്റുകൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ എൻട്രൻസ് എക്സാമും അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു എൻട്രൻസ് എക്സാം വരുന്നത് ഓൺലൈനായിട്ടാണ്. അതുപോലെ തന്നെ ബയോളജി, കെമിസ്ട്രി എന്നീ 2 പേപ്പേഴ്സ് ആണ് നിങ്ങൾ എൻട്രൻസ് എക്സാമിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. ഈ ഒരു 2 പേപ്പേഴ്സിൽ വരുന്ന എക്സാം പാസ്സായാൽ മാത്രമാണ് മുന്നോട്ട് പോകാനുള്ള ഒരു ഓഫർ ലെറ്റർ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുള്ളൂ. ഓരോ പേപ്പറിലും 30 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് 45 മിനിറ്റ് ദൈർഘ്യം വരുന്ന എക്സാമുകളായിട്ടാണ് വരുന്നത്. ഇങ്ങനെ 2 എക്സാം ആണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അക്കോമഡേഷൻസിനെ കുറിച്ചിട്ടും ക്ലൈമറ്റിനെ കുറിച്ചിട്ടും ട്രാവൽ ആൻഡ് ടിക്കറ്റ് ചാർജസിനെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് അക്കോമഡേഷൻസിനെ കുറിച്ചിട്ട് നോക്കാം. യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. എന്നാലും നമ്മുടെ കുട്ടികൾ സാധാരണയായിട്ട് പ്രൈവറ്റ് അക്കോമഡേഷൻസ് ആണ് ചൂസ് ചെയ്യാറ്. കാരണം ഹോസ്റ്റലിൽ നമുക്ക് മെസ്സ് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഓപ്ഷൻസ് വരുന്നില്ല. അപ്പോൾ പുറത്ത് ഹോസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് കുക്കിങ്ങിനുള്ള ഒരു ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടും ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. നമ്മളൊരു മാസത്തെ താമസവും അതുപോലെ ഭക്ഷണവും കൂടി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 200 മുതൽ 230 യൂറോയാണ് വരുന്നത്. ഏകദേശം ഒരു 20,000 രൂപയോളം വരുന്നുണ്ട്. വിന്റർ സമയങ്ങളിൽ നമ്മൾക്ക് എനർജി യൂസേജ് കൂടുതലായതുകൊണ്ട് തന്നെ ഏതാണ്ട് 300 യൂറോ വരെയൊക്കെ എക്സ്പെൻസ് വരാറുണ്ട്. സോ ഇന്ത്യയിൽ നിന്നും പോകുന്ന സ്റ്റുഡൻസ് നല്ല രീതിയിൽ എക്സ്പെൻസ് കൺട്രോൾ ചെയ്യേണ്ടതാണ്. കൂടാതെ നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയോട് റീച്ചബിൾ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ അക്കോമഡേഷൻസ് എടുക്കുക എന്നുള്ളതും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഈ രീതിയിലുള്ള എല്ലാ സർവീസുകളും വിൽബർട്ടൺ എഡ്യൂക്കേഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസിനെ കുറിച്ചിട്ട് നോക്കാം. ബൾഗേറിയയിലെ ക്ലൈമറ്റ് പൊതുവെ ഇന്ത്യൻ സ്റ്റുഡൻസിന് എൻജോയബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസ് ആണ്. എല്ലാ ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസും നമുക്ക് ഇവിടെ ഇയർ റൗണ്ട് കിട്ടുന്നുണ്ട്. സമ്മറും വിന്ററും ഓട്ടമും സ്പ്രിങ്ങും എന്നിങ്ങനെ എല്ലാ 3-4 മാസങ്ങളിലും സീസൺസ് ചേഞ്ച് ആയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മഴയും വെയിലും മാത്രം അനുഭവിക്കുന്ന നമ്മൾക്ക് നല്ല രീതിയിലത്തെ ഒരു വെൽക്കമിങ് ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസ് ആയിട്ടാണ് നമ്മളുടെ സ്റ്റുഡൻസ് ഇതിനൊക്കെ പരിഗണിക്കാറുള്ളത്. ഇനി നമുക്ക് ബൾഗേറിയയിലേക്കുള്ള ട്രാവലിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ കേരളത്തിൽ നിന്നും ബൾഗേറിയയിലേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റ്സ് ആണ് വരുന്നത്. കേരളത്തിൽ നിന്നും UAE-യിലേക്കും തുടർന്ന് ദുബായിൽ നിന്ന് സോഫിയയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ആണ് നമ്മൾ എടുക്കാറ്. വൺ സൈഡ് ഫ്ലൈറ്റ് ചാർജ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 40,000 രൂപ വരെയാണ് വരുന്നത്. ഇനി നമുക്ക് സീസൺ അനുസരിച്ചിട്ട് വരുന്ന ഫ്ലക്ച്വേഷൻസും നമ്മൾ നോക്കേണ്ടതുണ്ട്. ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള സോഫിയയിൽ നിന്നും ഏതാണ്ട് 1 മണിക്കൂർ 30 മിനിറ്റ് മാത്രം മാറിയിട്ടാണ് നമ്മളുടെ പ്ലോഡിവ് സിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാപിറ്റൽ സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന പ്രൊവിൻസ് ആയിട്ടും നമ്മൾ ഇതിനെ പരിഗണിക്കാൻ പറ്റും. അതുപോലെ ബൾഗേറിയയിലെ സ്റ്റുഡൻസ് വീസ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റൊമാനിയ, ക്രൊയേഷ്യ, സൈപ്രസ് പോലുള്ള രാജ്യങ്ങളിലും യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളൊരു യാത്രാപ്രേമിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗിക്കാനും സാധിക്കും. ഇനി നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് വാട്ട് ആഫ്റ്റർ MBBS ഇൻ ബൾഗേറിയ. ബൾഗേറിയയിൽ MBBS പഠിച്ചതിന് ശേഷം എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളതെന്നാണ്. സോ സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ലൊരു ശതമാനം സ്റ്റുഡൻസും ബൾഗേറിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ PG ചെയ്യാം എന്നുള്ള പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിരിക്കും കൂടുതലും. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ബൾഗേറിയയിൽ പഠിച്ചതിന് ശേഷം യൂറോപ്പിൽ തന്നെ ഒരു PGയോ അല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുമോ എന്നുള്ളത്. എബ്രോഡ് MBBS പഠിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നവർ പ്രധാനമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ട ഒരു എക്സാമാണ് FMGE ഓർ NMC നെക്സ്റ്റ് എക്സാം. ഈ ടെസ്റ്റ് പാസ്സായാലാണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു യോഗ്യത അല്ലെങ്കിൽ ലൈസൻസ് ലഭിക്കുകയുള്ളൂ. 2025 FMGE റിസൾട്ട് നോക്കുകയാണെങ്കിൽ 30% പാസിംഗ് പെർസെൻറ്റേജ് ആണ് വന്നിട്ടുള്ളത്. അതായത് 100-ൽ 30 ഡോക്ടർമാർക്ക് ഡോക്ടറായിട്ട് ജോലി ചെയ്യാനുള്ള യോഗ്യത നേടി അല്ലെങ്കിൽ ലൈസൻസ് നേടി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നല്ല രീതിയിൽ പഠിക്കുന്ന ഏതൊരാൾക്കും ഈ പറഞ്ഞ FMGE എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഈ റിസൾട്ടിലൂടെ മനസ്സിലാക്കേണ്ടത്. വിദേശത്ത് പഠിച്ച് ഇന്ത്യയിൽ ഡോക്ടർ ആവുക എന്നുള്ളത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല. ഇന്ത്യയിൽ MBBS പഠിച്ച സ്റ്റുഡൻസിന്റെ കൂടെ തന്നെയായിരിക്കും നിങ്ങൾ ഇനി നെക്സ്റ്റ് എക്സാം എഴുതാൻ പോകുന്നത്.
മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നോക്കുകയാണെങ്കിൽ തന്നെ 2024 കണക്ക് പ്രകാരം ഇന്ത്യയിലെ ടോട്ടൽ MBBS സീറ്റ് വരുന്നത് 1,09,153 ആണ്. എന്നാൽ നീറ്റ് എക്സാമിന് അപ്പിയർ ചെയ്തവരുടെ എണ്ണം 23,33,357 സ്റ്റുഡൻസുമാണ്. അതായത് ഈ ഒരു കോമ്പറ്റീഷന്റെ ഇടയിൽ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരു MBBS സീറ്റ് കിട്ടുക എന്നുള്ള ഒരു ചാൻസ് വെറും 4.68% മാത്രമാണ്. ഇതിനു വേണ്ടി നിങ്ങൾ നീറ്റ് വിത്ത് +1 +2, അത് കഴിഞ്ഞാൽ നീറ്റ് കോച്ചിങ്, അത് കഴിഞ്ഞാൽ നീറ്റ് റിപ്പീറ്റിംഗ്, പിന്നെ റിപ്പീറ്റിംഗ്, ഇത്തരത്തിൽ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു MBBS സീറ്റ് ലഭിക്കാനുള്ള ചാൻസ് ഒരു 4% എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ പഠിച്ചൊരു ഡോക്ടർ ആവാനുള്ള ചാൻസ് വെറും 4%, അബ്രോഡ് പഠിച്ച് ഇന്ത്യയിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളൊരു ചാൻസ് 30% എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയാണ്, അതായത് ബൾഗേറിയയിൽ പഠിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നവർക്കാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്പിൽ PG ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലക്സംബർഗ്, സ്പെയിൻ, പോർച്ചുഗൽ, ജർമ്മനി പോലുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നിങ്ങൾക്ക് മാസം ഒരു 4 ലക്ഷം രൂപയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ടേക്ക് വാങ്ങിച്ച് നിങ്ങൾക്ക് PG ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഇത്തരം രാജ്യങ്ങളിലുണ്ട്. കൂടാതെ യൂറോപ്പിലെ PG UK-യിലും അയർലൻഡിലും ഓസ്ട്രേലിയയും USA പോലത്തെ രാജ്യങ്ങളിലൊക്കെ വാല്യുബിളുമാണ്. കൂടാതെ ഒരു ഹൈ സാലറി പേ സ്കെയിൽ വാങ്ങുന്ന ഒരു ഡോക്ടറായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഈ വീഡിയോയുടെ ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ബൾഗേറിയയിലെ MBBS-നെ കുറിച്ച് ഒരുപാട് പോയിന്റ്സ് നമ്മൾ ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൾഗേറിയ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ബൾഗേറിയയിൽ MBBS പഠിക്കാൻ നിങ്ങൾ റെഡിയല്ലേ? യൂറോപ്പിലെ ഷെങ്കൻ രാജ്യത്ത് MBBS പഠിക്കാൻ പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാനും ബൾഗേറിയയിലെ MBBS അഡ്മിഷൻസിന്റെ എൻഡ് ടു എൻഡ് കൗൺസിലിംഗ് സെഷൻ പ്ലസ് അഡ്മിഷൻസ് ആണ് വിൽബർട്ടൺ എഡ്യൂക്കേഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കൗൺസിലിംഗ് സെഷൻസിലേക്ക് അറ്റൻഡ് ചെയ്യാൻ രജിസ്റ്റർ ചെയ്യേണ്ട നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷൻസിൽ കൊടുക്കുന്നുണ്ട്. രജിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇത്തരം യൂണിവേഴ്സിറ്റികളുടെ ബ്രൗഷറും ഡൗൺലോഡ് ചെയ്ത് സെൽഫ് റെഫറൻസും ചെയ്യാവുന്നതാണ്. വിദേശത്ത് MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കോ ഫ്രണ്ട്സിനോ ക്ലാസ്മേറ്റ്സിനോ അല്ലെങ്കിൽ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നവർക്കൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും MBBS അബ്രോഡുമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അറിയിക്കാം. ഡിസ്ക്രിപ്ഷൻസിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. യൂറോപ്പിലെ വേൾഡ് ക്ലാസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.